2018 ഞാൻ ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു ബ്രാൻഡഡ് ഷോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഈ ബിസിനസ്സൊക്കെ എങ്ങനെയാണ് അതുവരെ വരുന്നത് ഓൺലൈനായിട്ടും എൻ്റെ ഈ മാർക്കറ്റിംഗ് മാത്രമാണ്. ഫേസ്ബുക്കിലൊരു പേജ് തുടങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പേര് തന്നെയായിരുന്നു ബി ക്രാഫ്റ്റ് തേൻകട എന്നുള്ളത്. ഇപ്പോൾ അത് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നുള്ളത് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജിലൂടെയാണ് ഞാൻ എന്താക്കുന്നത് എൻ്റെ മാർക്കറ്റിംഗ് ഫുള്ള് നടത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2018 ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മനോജ് കെ ജയനായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. വലിയ രീതിയിലുള്ള ബ്രാൻഡിങ്ങിലൊക്കെ ബി ക്രാഫ്റ്റ് തേൻകട എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പൊക്കെ തുടങ്ങി. ഷോപ്പായിട്ട് തുടങ്ങുന്നത് 2018 തുടങ്ങി. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈനും ഈ കടകളിൽ കൊണ്ടുകൊടുക്കുന്ന ആ ബിസിനസ്സാണ് 2018 ഷോപ്പ് വരുന്നത് 2018 2016 തുടങ്ങി 2018 ആ ഷോപ്പ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 2018 പിന്നെ മാർച്ച് 14 എൻ്റെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ. കറക്റ്റ് 85ാമത്തെ ദിവസം ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കോഴിക്കോടും അതേപോലെ തന്നെ എറണാകുളത്തൊക്കെ ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പിന്നെ 85ാമത്തെ ദിവസം 2019 ഓഗസ്റ്റ് 9 തോന്നുന്നത് രണ്ടാമത്തെ പ്രളയം ഉണ്ടായല്ലോ. പ്രളയത്തിൽ എൻ്റെ ബിൽഡിങ് ഞാൻ പിന്നെ കൊച്ചിയിലാണുള്ളത്, അവിടുത്തെ ഷോപ്പിൻ്റെ വർക്കായിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു, ബിൽഡിങ് താഴ്ന്നു പോയി എന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ നോക്കുമ്പോഴേ എൻ്റെ ഷോപ്പ് ഫുള്ള് താഴ്ന്നു പോയിട്ടുണ്ട് മണ്ണിനടിയിലേക്ക്. അത് പൊട്ടി വീണ് അമ്പി പോയിട്ടുണ്ട്. അതിൽ എൻ്റെ മുഴുവൻ സാധനങ്ങളും അതിലാണ്. എറണാകുളത്തേക്ക് പുതിയ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ അന്ന് ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗോഡൗണും ഓഫീസും അതേപോലെ ഈ സ്പൈസസിൻ്റെ കടയെല്ലാം ഇതിൽ തന്നെയാണ്. ഇത് മുഴുവനായിട്ട് അങ്ങ് വീണുപോയി. അപ്പോൾ വീണുപോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് വേഗം തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പോയി. കൊച്ചിയിലേക്ക് പോയി. എത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? അതിൽ ശരിക്കും പറഞ്ഞാൽ 50 ലക്ഷം രൂപേൻ്റെ നഷ്ടമാണ്. മൊത്തം പോയി. കാരണം അങ്ങനെ വന്ന് അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊച്ചിയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊച്ചിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഷോപ്പ് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഞാൻ നേരെ പോയി അവിടെ പോയി പണി തുടങ്ങുമ്പോൾ 13-ാം തീയതി ഞാൻ രാവിലെ കൊച്ചിയിൽ ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് എയർപോർട്ട് റോഡിൻ്റെ അവിടെ എത്തിയപ്പോണ്ട് വെള്ളം അങ്ങനെ പൊങ്ങുന്നു. ഞാൻ അപ്പം തന്നെ അവിടുന്ന് വണ്ടി തിരിച്ച് വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിക്കാറ്. ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഞങ്ങൾ നിന്ന ഫ്ലാറ്റ്, ഞങ്ങൾ ഏറ്റവും താഴത്തെ നിലയിൽ, ഈ ഫ്ലാറ്റിൽ മുഴുവനും വെള്ളം കയറിയിട്ട് അതിലുള്ള പ്രോഡക്റ്റുകൾ മുഴുവനും പോയി. പിന്നെ ആകെ ഉള്ളത് ഒരു ഈക്കോ വണ്ടിയിലുള്ള ഒരു 10-15 പെട്ടി ബോക്സ് ഹണി മാത്രമാണ് കയ്യിലുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ പോയി. അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഞാൻ പിന്നെന്ത് ചെയ്ത് കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ഇവിടെ പുത്തുമലയിലൊക്കെ, പിന്നെ വയനാട്ടിൽ പുത്തുമലയിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒക്കെ മാറി. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സൊക്കെ തകർന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് പോയാലും എല്ലാവർക്കും പതിവ്. പക്ഷെ അവിടെ അപ്പോഴും സാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് ചെയ്തത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാനപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് 100-ാം ദിവസം ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൻ്റെ പുതിയ സ്ഥാപനം തുറക്കുന്നതാണ് തുടങ്ങിയിരിക്കും. പിന്നെ ഇതിന് മുമ്പേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ നമ്മൾ സാറുണ്ട്, ഡോക്ടർ പി ജയൻ സാറ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് സംസാരിച്ച്. അപ്പോൾ ഞാനിതിന് കേസൊക്കെ ആയിട്ട് പോകാമെന്നുള്ള പരിപാടിയായിരുന്നു. അതായത് പിന്നെ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് നഷ്ടപരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല, ഇതിൽ 2 കാര്യങ്ങൾ ഉസ്മാനെ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, പിന്നെ പുറകെ പോവാം, കേസൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ കരഞ്ഞ് വിളിച്ചൊക്കെ പോവാം. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആയത് അന്ന് ആ ബിൽഡിങ് പോയതുകൊണ്ടാണ്, അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രീതിയിലേക്ക് വളർന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഉസ്മാൻ എന്ത് ചെയ്യുക, ഒരു ചാനൽ ഇൻ്റർവ്യൂ വേണമെങ്കിൽ നടത്താം. പ്രധാനപ്പെട്ട അപ്പോൾ ഈ ഒരു ലെവൽ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനതൊക്കെ കീറിക്കളഞ്ഞ് ഞാനങ്ങ് സ്വസ്ഥം എല്ലാം ഒന്നും വേണ്ടാന്ന് വെച്ച്. പല ആളുകളും ചോദിച്ചു അത് പൊളിച്ചിട്ട് അതിൽ നിന്ന് അടിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൂടെ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഒരു നഷ്ടപരിഹാരത്തിനും പോകാതെന്ന് ഞാൻ എന്ത് ചെയ്ത് നേരെ ഒരു പോസ്റ്റ് ഇട്ട് 100-ാം ദിവസം ബി ക്രാഫ്റ്റിൻ്റെ അങ്ങനെ കൗണ്ട് ഡൗൺ ആയി 99. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞാൻ എണ്ണി ഇങ്ങനെ ഇടും. അത് നമ്മളൊരു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഉണ്ട്, അതിനെ വിളിച്ചിട്ട് അവൻ നടത്തുന്നൊരു കടയുണ്ട്. ആ കട പിന്നെ അവിടെ എവിടെയെങ്കിലും നമുക്കൊരു ഷോപ്പ് കിട്ടാനുണ്ടെന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഷോപ്പ് എടുത്തോന്നാണ്. ഞാൻ അപ്പം തന്നെ
ആ പറഞ്ഞ വിലക്ക് അതങ്ങ് എടുത്ത് അതിൽ പുതിയ ഷോപ്പ് തുടങ്ങി 100-ാം ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ ആ 100-ാം ദിവസം തുറന്ന് അത് പിന്നെ ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോവാണ്. പിന്നീട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് അടുത്ത പദ്ധതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുതിയ പ്രോജക്റ്റൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതിൽ പുതിയ ഷോപ്പ് തുറന്നപ്പോഴാണ് എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വന്നത്. എനിക്ക് ഹണി സപ്ലൈ ചെയ്ത ആൾ ഞാൻ ആ വീണ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്ത് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി. കാരണം ഞാൻ നല്ലൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഞാൻ അവിടുന്ന് തഴയപ്പെട്ടു. എനിക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കിട്ടാതായി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രോബ്ലം. അത് എനിക്ക് ആ ബിൽഡിങ് പോയതല്ല പ്രശ്നം, എനിക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ഞാനിതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള മൊത്തം ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്ത് നല്ല ബീ കീപ്പേഴ്സായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ ഹണി കിട്ടൽ തുടങ്ങി. ഹണി കിട്ടിയപ്പോഴാണ് നെക്സ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് വേണം. അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം. അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം. അപ്പോൾ ഞാൻ ഖാദി ബോർഡായിട്ട് വ്യവസായ കേന്ദ്രമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. എനിക്ക് പിന്നെ ഇത് പാസ്സായി ഒരു പ്രോസസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ പിന്നെ 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ലോണിന് പോവാണ്, സബ്സിഡി ലോൺ. ഞാൻ ഈ പ്രോജക്റ്റായിട്ട് ചെന്നപ്പോൾ ഇവർ പിന്നെ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഓഫീസർമാർ അവർ ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വയനാട്ടിൽ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു റിജക്റ്റ്. പിന്നെ എൻ്റെയും കുഴപ്പമുണ്ട്, കാരണം ഞാൻ പിന്നെ എല്ലാം കംപ്ലീറ്റഡ് അല്ല, അതിലുള്ള ജോലിക്കാരെ കാര്യങ്ങളോ പ്രോജക്റ്റ് കറക്റ്റായിരുന്നില്ല, എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഇവരത് റിജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അല്ല എന്നുണ്ട്. ഞാനപ്പോൾ എണീച്ചിട്ട് എന്നിട്ട് പറയാണ് പിന്നെ നിങ്ങളിത് പാസ്സാക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു പ്രോജക്റ്റായിട്ട് മാറും. അങ്ങനെ എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാനങ്ങ് വാചാലനാവുകയാണ്. അപ്പോൾ ഇവർക്കിത് ഒഴിവാക്കാനും പറ്റുന്നില്ല, പിന്നെ എടുക്കാനും പറ്റുന്നില്ല. അതിലെന്നോട് ചോദിച്ച് ഇത് ആരാ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുക? ഞാൻ പറഞ്ഞു കനറ ബാങ്ക് ചെയ്യും. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് എഴുതി തന്ന് ഞാൻ ഈ പ്രോജക്റ്റ് പിന്നെ ബാങ്കിൽ കൊടുത്തു. ബാങ്കിൽ നിന്ന് സ്പോട്ടിൽ അങ്ങോട്ട് വിളിച്ച് പിറ്റേന്ന് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇത്രയും നിങ്ങളെ ബാങ്ക് ഞങ്ങളിങ്ങോട്ട് വിളിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങളെ ഒരു ബാങ്ക് ഇങ്ങോട്ട് ഞങ്ങൾ ഫൈനാൻസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ അടുത്തുള്ള പ്രോജക്റ്റ്. എനിക്കിപ്പോൾ ഇത് കേട്ടപ്പോൾ ശരിക്കും മനസ്സിലായത്, ശരിക്കും പ്രതിസന്ധി ഇല്ലാതെ ഒരു ബിസിനസ്മാനും വളരില്ല. പ്രതിസന്ധികളിൽ കൂടെയാണ് എല്ലാ ബിസിനസ് പേഴ്സണും വളർന്നൊരു ലെവലിലേക്ക് എത്തുന്നത് ഇപ്പോൾ മനസ്സിലായി. അതെ, അല്ല നമ്മൾ ആ സമയത്ത് ഞാൻ പറയാണ് അവർ റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റിജക്റ്റാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയുമ്പോൾ അതാണ്. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അത് വന്ന് ആ പ്രോസസ്സിങ് യൂണിറ്റ് വന്ന് ഇതൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് ഈ പ്രോബ്ലംസൊക്കെ വന്നപ്പോഴൊക്കെ ഉള്ള പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വേറൊരു പ്രോജക്റ്റായിട്ട് മാറേണ്ടി വന്നു. പിന്നെ പോരാത്തത് എൻ്റെ കൂടെ നിന്നിട്ടൊക്കെ പ്രോബ്ലംസേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ബിൽഡിങ് പോവുക, പിന്നെ നീർ നിൽക്കാൻ പറ്റുന്നില്ല, ഉള്ളത് മുഴുവനും പോവുക. അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞ കൃത്യ കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ പോയിന്റാണ് 100 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങി